2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. നാളത്തെ നിലമ്പൂരിന് ജനപങ്കാളിത്തത്തോടെ സമഗ്ര വികസന പദ്ധതി നടപ്പാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. വികാസ് വിഷൻ 2040 നല്ല നിലമ്പൂരിനായി കൈകോർക്കാം പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ സമിതി അംഗങ്ങൾക്കുള്ള പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ബാക്കിയുള്ള 90% നമ്മുടെ സ്വപ്നങ്ങളായി ഒതുങ്ങുകയാണ്. അപ്പൊ എല്ലാം നമുക്ക് നടപ്പിലാക്കാം എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ കഴിയും, അതൊരു 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നിലമ്പൂരിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഈ 90% നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് കഴിയില്ലായിരിക്കാം, പക്ഷെ മറ്റു ചിലർക്ക് അത് കഴിയും. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിന് കഴിയാത്ത അന്നത്തെ കാര്യങ്ങൾ അത് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് കഴിയും, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് കഴിയും ബഡ്ജറ്റിൽ വെച്ചാൽ. പക്ഷെ അത് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന ഓരോ പദ്ധതികളും ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ, നമ്മൾ മരിച്ചു വീട്ടിൽ പോകുമ്പോൾ പറയും ഇവിടെ റോഡ് കുറെ കാലമായി ഒന്ന് MLA ഫണ്ടിൽ ചെയ്തത്, അല്ലെങ്കിൽ ദീർഘകാലിക ഫണ്ടിലൊന്നും വെക്കാനുള്ള ശുപാർശയാണ്. പിന്നെ നമ്മളത് ചിലപ്പോൾ കുറിച്ചെടുക്കാൻ നടക്കും. പിന്നെ അദ്ദേഹത്തെ വേറൊരു കല്യാണത്തിനോ മരണത്തിനൊക്കെയാണ് അന്ന് പറഞ്ഞതൊന്നും ആയിരം. ഇതങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ വികസന കാര്യങ്ങൾ പോകുന്നത്. 15 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് ജനപങ്കാളിത്തത്തോടെ നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിനായി വികാസ് വിഷൻ 2024 നടപ്പിലാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. നാളത്തെ നിലമ്പൂർ എങ്ങനെയാകണമെന്ന് ജനങ്ങളുടെ അഭിപ്രായമാരാഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും കോർപ്പറേറ്റ് ഫണ്ടുകളടക്കം സമാഹരിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്ത് തലങ്ങളിൽ ആവശ്യപ്പെടുന്ന പദ്ധതികളിൽ ഫണ്ടുകളുടെ അപര്യാപ്തതകളടക്കമുള്ള പ്രതിസന്ധികളിൽ 10% പോലും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പല പദ്ധതികളും പാതിവഴിയിൽ മുടങ്ങിപ്പോകുന്നു. ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമായി 15 വർഷം മുന്നിൽ കണ്ട് നിലമ്പൂരിന്റെ വികസനത്തിനായുള്ള പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കി. ഡോക്ടർ ബാബു വർഗീസ്, കെ അരുൺകുമാർ, NN സുരേന്ദ്രൻ, കെ സന്തോഷ്, അനിത എബ്രഹാം, ഡോക്ടർ പ്രവീണ, ഡോക്ടർ ജലാലുദ്ദീൻ, JSS കോർഡിനേറ്റർ V ഉമർകോയ, IDFC ഫൗണ്ടേഷൻ MD എബി തോമസ്, O ശശിധരൻ, സുനിൽ കാരക്കോട്, T ബ്രിജേഷ്, K ഷബീർ അലി, AP അബ്ദുൾ ബാസിദ്, റജീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.